സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് RCCയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം KSRTC നൽകുന്നതായിരിക്കും. സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്കുള്ള CCRC കൊച്ചിൻ ഏതിപ്പോ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി RCC കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. ഇത് ശ്രീ ആൻസ്ലൻ സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ വ്യവസായം തകർച്ചയിൽ നിന്നും മാറ്റിയെടുക്കുന്ന അങ്ങയുടെ പരിശ്രമത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സാർ. വളരെ പ്രധാനപ്പെട്ട 40,000-ഓളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിലെ സ്ഥാപനം സംരക്ഷിക്കണം. ദശലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ യാത്ര ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കനകോല് സിദ്ധാന്തവുമായി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതി ഈ വിദ്യാസമ്പന്നമായ കേരളത്തിനകത്തെ രാഷ്ട്രീയത്തെ മലിനവസ്ഥാക്കാൻ വേണ്ടി ഇവിടെ ആവശ്യമില്ലാത്ത സമരം നടത്തുന്ന പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട മന്ത്രിയുടെ ഒരു ചോദ്യം. നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി ദേശാടൃതമായ റൂട്ടാണ്. കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യം അപേക്ഷ തന്നിട്ടുണ്ട്. അങ്ങയുടെ ഇടപെടലുണ്ടായി കുറെ കൂടി യാത്രാസൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇത് ശ്രീ എൽദോയ്ക്കും ചാണ്ടിയുമ്മനും ഒക്കെ ചിലപ്പോൾ ഒരു തമാശയായിട്ട് ഷെയിമായിട്ട് തോന്നിയതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഈ പറഞ്ഞ ക്യാൻസർ രോഗികൾക്കുള്ള പ്രഖ്യാപനം 2012 ഇപ്പൊ നാളെ പറയാൻ പോകുന്ന ഉമ്മൻചാണ്ടി കൊടുത്താന്ന് പറയും. അങ്ങനല്ല, 2012 ഉത്തരവ് എന്റെയിലുണ്ട്. അതിൽ പറയുന്നത് ഓർഡിനറി ബസ്സുകൾ, സിറ്റി ബസ്സുകൾ, എവിടെ തിരുവനന്തപുരം സിറ്റി ബസ് ഓടുന്ന എവിടെ സിറ്റിക്കകത്ത ഓർഡിനറി ബസ് പരമാവധി നെടുമങ്ങാടെന്നോ ആറ്റിങ്ങെന്നോ തിരുവനന്തപുരം വരെ വരും. RCCയിൽ മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രഖ്യാപനം അതല്ല. കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ് ഇഷ്യൂ ചെയ്യും. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും എന്നാണ് ഈ ഉത്തരവുണ്ട്. ഈ ഉത്തരവും വെച്ചോണ്ട് നാളെ ഇറങ്ങണ്ട. അത് 50% ഉള്ളൂ. സിറ്റി ബസ് നെടുമങ്ങാട് നിന്ന് കയറി തിരുവനന്തപുരത്ത് RCCയിൽ ഇറങ്ങുന്ന ഒരാളിന് കൊടുക്കേണ്ടി വരുന്ന പൈസ 20 രൂപ താഴെ. അതിന്റെ താഴെ 10 രൂപയുടെ കൺസെഷനാണ്. ഇതല്ല. കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ള പൈസ സമ്പൂർണ്ണമായി ഫ്രീ ആക്കിയതാണ്. അത് കേൾക്കുമ്പോൾ ഷെയിം എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല. അദ്ദേഹം നെയ്യാറ്റിൻകരയെ കുറിച്ച് പറഞ്ഞു. നെയ്യാറ്റിൻകര ബസ് സ്റ്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നുന്നുണ്ട് ഈ കാണിക്കുന്നതൊക്കെ ഷെയിമാണെന്ന് വെളിയിൽ ആളുകൾ പറയുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 2-3 ദിവസമായിട്ട് കാണിക്കുന്ന ഈ കോമാളിത്തരം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ് ശരിയാണ്. നെയ്യാറ്റിൻകര പ്രദേശം, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ഇതെല്ലാം നാഷണലൈസ് സെക്ടറാണ്. പുതിയ വണ്ടികൾ, മിനി ബസ്സുകളടക്കം പുതിയ വണ്ടികൾ വരികയാണ്. ആ വരുന്ന വണ്ടികൾ ആവശ്യാനുസരണം നെയ്യാറ്റിൻകരയ്ക്ക് നൽകും. നാഷണലൈസ് സെക്ടറുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, അങ്ങ് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കും ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ഉള്ള എല്ലാ പെർമിറ്റുകളും, അത് നാഷണൽ ഹൈവേയിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെയുള്ള എല്ലാ പെർമിറ്റുകളും ഞങ്ങൾ ഉപകരിക്കും. ഈ ലിങ്ക് ബസ്സുകൾ ആരംഭിക്കുന്നു. ശ്രീ സുബാലന്റെ മണ്ഡലത്തിൽ പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്ക് ലിങ്ക് ബസ് 2-3 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. വണ്ടി എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറെന്ന് കിഴക്കോട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ ലിങ്ക് ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പുനലൂർ കിഴക്ക് ഭാഗമാണ്. പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്കും വർക്കലയിലേക്കും ലിങ്ക് ബസ് 2 ദിവസം ആരംഭിക്കും.